ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇപ്പോൾ എനിക്ക് 72 വയസ്സായി. അപ്പോൾ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ അധ്യാപകനാണ്. വിദ്യാർത്ഥിയായിട്ട് അധികമൊന്നും ഉണ്ടായിട്ടില്ല. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. വിഷ്ണു ഇന്നൈ ശിഖായത്ത് മീ കുനത് അസ്ജുദായി ഹികായത്ത് മീ കുനത് വിരഹത്തിൻ കഥകൾ ചൊല്ലും ഓടക്കുഴലിൽ വിധുരവാണികൾക്കായി കാതോർത്തിരിക്കുവിൻ. ഈജിപ്തിലെ പിന്നെ ഒരു അതാവുള്ള ഇസ്കന്ദരി എന്ന അറിയപ്പെടുന്ന ഒരു സൂഫി പണ്ഡിതൻ്റെ ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ആളാണ് അതാവുള്ള ഇസ്കന്ദരി. അദ്ദേഹത്തിൻ്റെ 264 മാക്സിംസ് പിന്നെ അദ്ദേഹം എഴുതിയതാണ്. അത് ഞാൻ ട്രാൻസ്ലേഷനും അതിന് വിശദീകരണമൊക്കെ കൊടുത്തിട്ട് ഒരു പിന്നെ പുസ്തകമായിട്ട് ഇപ്പോൾ ഒരു 300 പേജോളം വരുന്നൊരു പുസ്തകമാണ്. ഏറ്റവും അവസാനം അത് ഈ വാഫി പ്രസ്ഥാനത്തിൻ്റെ പബ്ലിഷേഴ്സ് ആയിട്ടുള്ള വേ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം ചെയ്ത പുസ്തകമാണ്. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തൊരു പ്രധാന വർക്ക് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് പേർഷ്യൻ ഭാഷ അറിയാം. പേർഷ്യൻ ഭാഷ ഞാൻ സ്വന്തം പഠിച്ചതാണ്. ഞാൻ ഇറാൻ എംബസിയിൽ നിന്ന് ഇറാൻ കൾച്ചർ ഹൗസിൽ നിന്ന് പേർഷ്യൻ ഇംഗ്ലീഷിൽ കൂടെ പേർഷ്യൻ പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ വായിച്ച് സ്വയം പഠിച്ചതാണ്. സ്വയം പഠിച്ചിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ പേർഷ്യൻ്റെ 3 വർഷം മെമ്പറായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ ഉള്ള ഒരു ക്ലാസിക്കാണ് മസ്നവി. ജലാലുദ്ദീൻ റൂമി എന്ന ഒരു പണ്ഡിതൻ, പേർഷ്യൻ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ അവർ തുർക്കിയിലാണ്, തുരിയ എന്ന സ്ഥലം. അദ്ദേഹത്തിൻ്റെ മസ്നവി എന്ന ഗ്രന്ഥം അത് വെസ്റ്റിലൊക്കെ വളരെ അറിയപ്പെടുന്ന, ഇംഗ്ലീഷിലൊക്കെ തർജ്ജമകളിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസിക് വർക്കാണ്. ആ ക്ലാസിക് വർക്ക് ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കവിതയിട്ടുണ്ട്, മലയാളത്തിൽ തർജ്ജമ ചെയ്ത് അതിന് എക്സ്പ്ലനേഷനോ കൊടുത്താണ് പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ഇപ്പോൾ 6 എഡിഷൻ ഇറങ്ങി, 7ാമത്തെ എഡിഷൻ ഇപ്പോൾ എടുത്തിറങ്ങി മാതൃഭൂമി. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ തന്നെയാണ്. ഉദാഹരണം ഞാൻ തുടങ്ങി നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിഷ്ണു ഇന്നൈ ശിഖായത്ത് മീ കുനത് അസ്ജുദായി ഹികായത്ത് മീ കുനത് വിരഹത്തിൻ കഥകൾ ചൊല്ലും ഓടക്കുഴലിൽ വിധുരവാണികൾക്കായി കാതോർത്തിരിക്കുവിൻ. ഒട്ടിയറാക്കിയില്ലേ അന്ന് തൊട്ടൻ കണ്ണീരിനാൽ കരയുന്നു നരരും നാരിമാരും. ഇങ്ങനെ ലീലാമജനു എന്നുള്ള കഥയൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ അതിലുള്ളതാണ്. കേട്ടു ഞാൻ നീ മൂലം അജിനുവായി തീർന്നൊരാൾ നാട്ടിലലഞ്ഞു നടക്കുന്നതുണ്ട് പോലും. കാഞ്ചന നീയല്ല നീ പക്ഷ നീയതിൻ കാരണമാണത്രേ കാരണമെന്തതിൻ. കൺമുമ്പിലെത്തി നിൽക്കും ധീരയോടായി കഠിനമീ ചോദ്യം ഖലീഫ ചോദിക്കയായി. മിണ്ടാതിരിക്കണം മജ്നുവല്ലല്ലോ അങ്ങെന്നതിൽ പരിമിതമായിരുന്നു ഉത്തരം. ഇങ്ങനെ പിന്നെ കവിതാ രൂപത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് മാതൃഭൂമിയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ കേരള ചരിത്രം ആദ്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കണ്ടായി. കേരള ചരിത്രം ആദ്യമായിട്ട് അറബിയിൽ ജയന്തി മഖ്ദൂമാണ് എഴുതുന്നത്. ജയന്തി മഖ്ദൂം 2ാമൻ ഖുർഫത്തുൽ മുജാഹിദീൻ എന്ന പേരിലുള്ള അത് ഒരു 82 കാലത്ത് ഞാൻ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ബുർദ എന്ന കവിത നബീകീർത്തന കാവ്യമാണ്. അത് അറിയുന്നത് തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും ബുർദ. അതിനൊരു 300 പേജുള്ള ഒരു ട്രാൻസ്ലേഷനും അതിൻ്റെ അപ്രിസിയേഷൻ, അതിൻ്റെ ആസ്വാദനമൊക്കെ സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സൂഫി ഗ്രന്ഥമാണ് പിന്നെ അല്ലഫൽ അരിഫ്. അല്ലഫൽ അരിഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കാഹിരി എന്ന കായൽ പട്ടണത്തിലുള്ള ഒരു സൂഫി വേര്യൻ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം കേവലം അറബിയിൽ വളരെ മനോഹരമായിട്ട് അറബിയിൽ പിന്നെ 32 വരികൾ മാത്രമാണ്. ആ 32 വരികൾ ഞാൻ തർജ്ജമയും അതിൻ്റെ വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ട് ഒരു 300 ചില്ലാനം വരികളുടെ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ പുസ്തകങ്ങളുണ്ട്. പിന്നെ അതേപോലെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തർജ്ജമ ചെയ്യുന്നത് രക്തസാക്ഷിത്വം എന്നൊരു പുസ്തകം, രക്തസാക്ഷി എന്നൊരു പുസ്തകമാണ്. അത് കർബലയുടെ ചരിത്രമാണ്. ഡോക്ടർ അലി ശരീഅത്തി എന്ന ഒരു ഇറാനിയൻ പണ്ഡിതൻ അദ്ദേഹം ചെയ്തതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്. പിന്നെ കവിതാ സമാഹാരമുണ്ട്, എൻ്റെ സ്വന്തമായിട്ടുള്ള കവിതാ സമാഹാരമുണ്ട്. ചിമ്മിനി എന്നുള്ള പേര്. ഈ ചിമ്മിനി എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ മണ്ണാർക്കാട് കോളേജിൽ പഠിക്കുമ്പോൾ വീട് വളരെ ചെറിയ വീടാണ്, ഇലക്ട്രിഫൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ സിസ്റ്റർ അവിടെ ഇരുന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ കാറ്റടിച്ചിട്ട് വിളക്കണ് വിടും. ചിമ്മിനികൾക്കും കത്തിച്ചേണ്ട വായിക്കണം, അത് വിളക്കണ് വിടും. അപ്പോൾ വീണ്ടും തീപ്പെട്ടിക്കുള്ളി എഴുതിയാണ്ട് കത്തിക്കും. അങ്ങനെ കത്തിച്ച് വീണ്ടും തന്നെ കത്തിക്കണേ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി മനസ്സിൽ. അപ്പം തന്നെ ആ നിമിഷത്തിലിരുന്നാണ്ട് ഞാൻ
ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഞാൻ ചിമ്മിനി എന്നുള്ള പേരിൽ മങ്ങിമിനങ്ങി കാറ്റിൻ കരതലമേറ്റു ചിലപ്പോൾ ലജ്ജ കുണുങ്ങി കത്തിയെരിഞ്ഞു കരിഞ്ഞിക്കുകൾ ശോഭകലക്ഷം കുട്ടികളൊക്കെ ൂരിൽ ചുണ്ടി കരിമഴ ചോർന്നി ക്രൂര തമസിൽ നിന്നു കറേറാൻ പകലു മരിച്ചാതിരവിൽ നിന്ന് പകരമെനിക്ക് തരുന്നവനാരും തൊണ്ട വരണ്ട് വരുന്നോ എൻ മുഖമെന്തിനു വാടുന്നെൻ തീ മലരെ ഇന്ധനമൊറ്റു പകർന്നു തരാൻ ഈ ചന്തയിലെത്തുന്നില്ല കറോസ് എന്ന് പറഞ്ഞാൽ ഒരു കവിത എഴുതാൻ ചിമ്മിനി. അപ്പം ചിമ്മിനി എന്നുള്ള പേരാണ് കവിതാ സമാഹാരത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ നിമിഷമായിട്ട് സന്ദർഭം വരുമ്പോൾ ഇങ്ങനെ കവിതയ്ക്ക് എഴുതാറുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ പിന്നെ ഒരു കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇപ്പോൾ എനിക്ക് 72 വയസ്സായി. 72 വയസ്സായി. അപ്പോൾ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ അധ്യാപകനാണ്. വിദ്യാർത്ഥിയായിട്ട് അധികമൊന്നും ഉണ്ടായിട്ടില്ല. 4ാം ക്ലാസ് വരെ അങ്ങനെ ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്നാണ് ഈ ഓട്ടോഗ്രാഫിയിലൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കവിതയായിട്ടാണ് എഴുതി കൊടുക്കുക. ഒരു കുട്ടി വന്നാണ് എന്നോട്, ഒരു പെൺകുട്ടി വന്നാണ് ഓട്ടോഗ്രാഫിയിൽ നിന്ന് എഴുതി തരുന്നത്. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു, ഉത്തമനായ ഒരു ഭർത്താവിനെ തരാൻ അത്യുത്തമനായ കർത്താവിനോട് ഞാൻ തേടുന്നു തേട്ടം ധരിക്കുന്ന നാളിൽ ഏട്ടനെ ഓർക്കാൻ മറക്കേറുതേ സരീ. വേറൊരു കുട്ടി, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി ആ കോളേജിൻ്റെ പ്രദേശത്തുള്ള ഒരുത്തിനെ പ്രേമിച്ചു. അങ്ങനെ പ്രേമിച്ചിട്ടൊരു പ്രശ്നം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടിയാണ് ബിഎക്ക് ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടി. അപ്പോൾ അവൾ പിന്നെ ഞാൻ വീട്ടിൽ വിവരം അറിയിക്കും. മറ്റേതിപ്പോൾ ഇന്നെ അറിഞ്ഞാലൊക്കെ മോശമല്ലേ, ഞാൻ എന്തേ പറയുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് വരില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാപ്പാനോട് വിവരം അറിയിക്കുന്നതാണ്. എൻ്റെ വാപ്പാനോട് പറയരുതേ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നോടെ പിറ്റേ ദിവസം ഫാദർ കോളേജിലേക്ക് വന്നു. അപ്പോൾ പിന്നെ അത് കണ്ട ഉടനെ കുട്ടി കോളേജിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് വരികയെന്ന് വിചാരിച്ചു കണ്ടാണ്. ഞാൻ കംപ്ലൈൻറ്റ് ഒന്നും പാടില്ല. നമ്മളിപ്പോൾ കുട്ടികളെ വെറുതെ സ്വീപ്പാക്കേണ്ട ഒരു പ്രേമത്തിൽ ഇടപെടും വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ അങ്ങനെ പിന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ പഠിപ്പിച്ചിരുന്ന അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ അവൾ വന്നിട്ട് ഫാദർ വന്നപ്പോൾ അവൾ ഓടിപ്പോയി. പിന്നെ ഫാദർ അവസാനം തെരഞ്ഞെടുക്കാൻ നടന്ന് തെരഞ്ഞവളെ പിടിച്ച് പിന്നെ കോളേജിൽ പോയി കൊണ്ടുവന്നു. ഫാദർ ഈ വിവരം അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ ഞാൻ അവിടെ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പോണ സമയത്ത് എൻ്റെ ഓട്ടോഗ്രാഫിയിൽ തരുന്നത്. അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത് പിന്നെ നിൻ പുഞ്ചിരി ഒരു വാട്ടം വരരുതെന്നതാണ് തേട്ടം അള്ളാഹുവിൻ തിരുനോട്ടം എത്തട്ടെ അതിരാണ് നേട്ടം നൂല് പൊട്ടിയൊരു പട്ടം പോലെയാവല്ലൻ ഓട്ടം. ഓടിയതാണെന്നേ. നൂല് പൊട്ടിയൊരു പട്ടം പോലെയാവല്ലൻ ഓട്ടം. അപ്പോൾ ഇങ്ങനെ കവിതാ സമാഹാരമുണ്ട്. അതുപോലെ പിന്നെ കുറേ ഇറാനിയൻ ബുക്സ് ഞാൻ പേർഷ്യൻ ഭാഷയിൽ നിന്ന് വിട്ടിട്ട് അത്വാ ഖുമൈനിയുടെ ഇസ്ലാമിക് ഗവൺമെൻറ് എന്നുള്ള പുസ്തകം, അതുപോലെ മുർത്തദ മുത്തഹരി എന്നുള്ള വലിയൊരു ഇറാനിയൻ ഓതർ ഫിലോസഫർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തൗഹീദിൻ്റെ വേൾഡ് വ്യൂ ഓഫ് തൗഹീദിൻ്റെ പ്രപഞ്ച വീക്ഷണം എന്നുള്ളൊരു പുസ്തകം, അതുപോലെ മനുഷ്യനും മതവിശ്വാസവും എന്നുള്ള പുസ്തകം, പിന്നെ ജിന്ദഗി ജാവിദിയ ഹയാത്തെ ഉഖ്റവി, പിന്നെ മനുഷ്യൻ്റെ അനശ്വരതയും പാരത്രിക ജീവിതം എന്നുള്ള പുസ്തകം. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ 25 പുസ്തകങ്ങളുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്.